നെയ്യാറ്റിൻകരയിൽ യുവതി സ്വയം കഴുത്ത് മുറിച്ച് ആത്മഹത്യ ചെയ്തു. നെയ്യാറ്റിൻകര കൊറ്റമത്താണ് സംഭവം. ദന്ത ഡോക്ടറായ സൗമ്യയാണ് മരിച്ചത്. രശ്മി കാർത്തിക് ചേരുന്ന വിവരങ്ങളുമായി. രശ്മി, ഞെട്ടിക്കുന്ന വാർത്തയാണത്. എന്താണ് വിവരം? നെയ്യാറ്റിൻകര കൊറ്റാമത്താണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. ഇന്ന് പുലർച്ചെ 2 മണിക്ക് ആണ് ഈ പെൺകുട്ടിയെ, അതായത് ഈ പെൺകുട്ടിയെ കുളിമുറിയിൽ, അതായത് വീടിന്റെ കുളിമുറിയിലാണ് രക്തം വാർന്ന നിലയിൽ കണ്ടെത്തിയത്. 31 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ സൗമ്യയ്ക്ക്. ഡെന്റൽ ഡോക്ടറാണ്. ഇവരുടെ വിവാഹം കഴിഞ്ഞിട്ട് ഭർത്താവിന്റെ വീട്ടിൽ വെച്ചാണ് ഈ സംഭവം. വിവാഹം കഴിഞ്ഞിട്ട് 5 വർഷം ആയിട്ടുണ്ട്. ഇതിൽ കുട്ടികളൊന്നും ഇവർക്ക് ഇല്ല. കൈ ഞരമ്പ് മുറിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു എന്നുള്ളതാണ് പാറശാല പോലീസ് പറയുന്ന ഒരു കാര്യം. പിന്നീട് കഴുത്തറുത്ത്, അത് പരാജയപ്പെട്ടതിനെ തുടർന്ന് കഴുത്തറുത്ത് ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. ആത്മഹത്യ എന്നുള്ളതാണ് പ്രാഥമിക നിഗമനം. ഇപ്പോൾ മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ എന്താണ് മരണകാരണം എന്നുള്ള കാര്യം കൃത്യമായി അറിയാൻ സാധിക്കുള്ളൂ. എന്തെങ്കിലും തരത്തിലുള്ള മൽപ്പിടുത്തം ഉണ്ടായിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ അതിനുശേഷം മാത്രമേ അതിലൊരു വ്യക്തത വരികയുള്ളൂ. പാറശാല പോലീസ് സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഭർത്താവും അമ്മായിയമ്മയും മാത്രമാണ് ഈ സമയം വീട്ടിൽ ഉണ്ടായിരുന്നത്. 2 മണിയായിട്ടും മകളെ കാണാതായതിനെ തുടർന്ന് ഇവർ അന്വേഷിച്ചപ്പോഴാണ് കുളിമുറിയിൽ ഈ രക്തം വാർന്ന നിലയിൽ കണ്ടെത്തിയത്. ഭർത്താവ് വിദേശത്തായിരുന്നു. കുറച്ചു നാൾ മുൻപാണ് നാട്ടിലേക്ക് എത്തിയത്. 5 വർഷമായി വിവാഹം കഴിഞ്ഞിട്ട് കുട്ടികളില്ലാതെന്നത് വലിയ രീതിയിൽ മനോവിഷമം ഉണ്ടാക്കി എന്നുള്ളതാണ് നാട്ടുകാരിൽ ചിലർ പറയുന്ന ഒരു കാര്യം. ഏതായാലും എന്തെങ്കിലും തരത്തിലുള്ള മൽപ്പിടുത്തമാണോ മറ്റെന്തെങ്കിലും കാരണങ്ങൾ ഇതിന് പിന്നിലുണ്ടോ എന്നത് സംബന്ധിച്ച് പാറശാല പോലീസ് വിശദമായി അന്വേഷിച്ചു വരികയാണ്. ഇപ്പോൾ മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റിയിട്ടുണ്ട്. ശരി രശ്മി.